ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ പുതിയ ലൈനർ കിടക്കണേ, പക്ഷേ കമ്പനി ലൈനർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹബിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പൊടി വരുന്നുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചവിട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാകാനായിട്ടുള്ളൊരു കാരണമാവും. അപ്പോൾ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാം. എന്തെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളൂ, പരമാവധി ഉപയോഗിക്കാതിന് ശേഷം മാറ്റി കളയാം. മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഹബിനകത്തൊക്കെ ഇതേപോലെ പൊടി കിടന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടുന്ന സമയത്ത് ഹബിലൊക്കെ സ്ക്രാച്ച് വരികയും നമുക്ക് പിന്നീട് അധിക ചിലവ് കാര്യങ്ങൾ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ പരമാവധിയും അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതിന് ശേഷം മാറ്റിയിടുമ്പോൾ ഒറിജിനൽ ഇടാനായിട്ട് നോക്കാം. പിന്നെ അതിൻ്റെ ചെയിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്. ചെയിൻ നല്ല രീതിയിൽ ലൂസ് ഉണ്ടായിരുന്നു, പക്ഷേ ചെയിൻ പുതിയ ചെയിനാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ടൈറ്റ് ചെയ്താൽ റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. അതേപോലെ തന്നെ ചെയിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സസ്പെൻഷൻ ലെങ്ത് ഉള്ള മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമ്മൾ ചെയിൻ അടിക്കാൻ നോക്കിക്കണ്ട, മാസത്തിലൊരിക്കൽ തന്നെയും ചെയിൻ ടൈറ്റ് ചെയ്യണം നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണേ. അത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട്, ഇത് SF സോണിക്കിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.59 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്, ബാറ്ററിയുടെ കറക്റ്റ് കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലയിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിലാണ്. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാനായിട്ട് ഓയിൽ അഴിച്ചു വിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഓയിലിൻ്റെ അളവ് വളരെ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. ശരിക്കും നമുക്ക് 1 ലിറ്ററാണ് അതിൻ്റെ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി. ഇതിപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു 250 മില്ലി 250 മില്ലി ഉള്ളൂ. ബാക്കിയത്തെ ഓയിൽ മൈന്യൂട്ടായിട്ട് ഒന്നുപോലെ കത്തി പോകണുണ്ടാവും. അതല്ലെങ്കിൽ ഓയിൽ ലീക്കായിട്ട് ഓയിൽ ചാടി പോകണം. ഓയിൽ ലീക്ക് കാണുന്നില്ല, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓയിൽ കത്തിപ്പോകണമെന്ന് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ സർവീസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തരാം, ഓയിലൊക്കെ കറക്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് തരാം. അതിന് ശേഷം നമ്മൾ വണ്ടി ഉപയോഗിക്കുക. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഒന്നുപോലെ വൈകാണെന്നുണ്ടെങ്കിൽ 1 മാസം നോക്കാം. അത്യാവശ്യം നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ 1000 കിലോമീറ്റർ കേസ് ചെയ്തിട്ട് അവൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം. ലെവൽ തീരെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് എത്ര പെട്ടെന്ന് പരിഹരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് പരിഹരിച്ച് കൊടുത്തില്ലെങ്കിൽ മെയിൻ എഞ്ചിൻ്റെ ഭാഗമൊക്കെ ഡാമേജിലേക്ക് പോകും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. ഞാൻ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട്. കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട്. അതുകൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഗിയർ സെറ്റ്, ക്രൗണ് പിനിയൻ വന്നാൽ ഗിയർ സെറ്റും കംപ്ലൈൻ്റ് ആണ്. ചില ഭാഗങ്ങൾ എത്തുമ്പോൾ പിടിക്കാതെ പോകുന്ന കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മാറിയാലാണ് സ്പീഡോമീറ്ററിനെസ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പാഡുണ്ട്, ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഈ ബൂട്ട് സെറ്റ് മാത്രം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ഹാൻഡിലിൻ്റെ ഫ്രണ്ടിൽ വന്ന ഹെഡ്ലൈറ്റ് കവർ ഉണ്ടല്ലോ, വൈസറിൻ്റെ ഉള്ളിൽ വന്ന 2 ലെഗിൻ്റെ ഭാഗം പൊട്ടിപ്പോയി. ഒന്ന് ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും പിടിപ്പിക്കാൻ പറ്റുന്നൊരു ഭാഗമുണ്ട്, അത് ഓൾറെഡി പൊട്ടി കിടക്കാം. അതിൻ്റേതായിട്ടുള്ളൊരു ഷേക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അടിഭാഗത്ത് സ്ക്രൂ ഒന്നും നിലവിലുണ്ടായില്ല. അപ്പോൾ അതും വെച്ചിട്ടൊന്ന് കറക്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പൊട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വൈസർ മാറ്റി പുതിയത് വെക്കേണ്ടതാണ് വരാം. നമ്മളിവിടെ സെപ്പറേറ്റ് ഒരു ക്ലാമ്പ് കൊടുത്തിട്ട് തൽക്കാലം പിടിപ്പിക്കാം. അപ്പോൾ 2 റിബേറ്റ് പുറത്ത് കാണും, 2 സെൽഫ് സ്ക്രൂ പുറത്ത് കാണും. പക്ഷേ അത് നമുക്ക് ബ്ലാക്ക് ടച്ച് ചെയ്തിട്ട് പെട്ടെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മൊത്തത്തിൽ സെറ്റ് മാറ്റാൻ നിൽക്കേണ്ടി വരും. തൽക്കാലം നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കത് ഉപയോഗിക്കാം. അതിനുശേഷം കൂടുതലായിട്ട് പൊട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് മാറ്റിക്കളഞ്ഞായി. പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. നിലവിലതൊക്കെ ഉള്ളൂ. സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ട്. പിന്നെയുള്ള നമുക്ക് ആ സ്പീഡോമീറ്റർ കേബിളും ആ ഗിയർ സെറ്റും ആ വൈസർ റിബേറ്റിങ്ങുമാണ് മെയിനായിട്ട് വരാം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ കേസ് ഞാൻ പറഞ്ഞത് മറക്കണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതല്ലെങ്കിൽ എഞ്ചിൻ കംപ്ലൈൻറ്റിലേക്ക് വരും. അപ്പോൾ ബാക്കിയത്തെ ഇപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. പിന്നെ അതിന് പുറമെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഈ സൈഡ് തെളിയുന്നില്ല. നമ്മളത് അഴിച്ചു നോക്കുമ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ ബൾബ് തന്നെ ഭാഗമൊക്കെ മൊത്തം തുരുമ്പിട്ടിരിക്കണേ. അത് നമുക്ക് റിപ്പയറിങ് നടക്കില്ല. അത് അഴിച്ച് റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലിയർ ആവില്ല. അത് അഴിച്ച് ഇൻഡിക്കേറ്റർ അസംബ്ലി മാറ്റിയിടണമാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിലും പാർക്ക് ബൾബ് തെളിയുന്നില്ല. അതായത് ഹെഡ്ലൈറ്റ് ഇടുന്ന സമയത്ത് മീറ്ററിൻ്റെ ഡിസ്പ്ലേ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബൾബ് തന്നെയുണ്ട്. ആ ബൾബും ഒരു സൈഡ് തെളിയുന്നില്ല. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്തിട്ടാണ് കേട്ടോ. ഇൻഡിക്കേറ്ററും കൂടി എസ്റ്റിമേറ്റിൽ പെടുത്തിയേക്കാം. അത് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ ചെയ്യണം എന്തെങ്കിലും. ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. എന്തെങ്കിലും റിപ്ലൈ ഇടാം, അതനുസരിച്ചിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ.